ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 2024 ഒക്ടോബറിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് മേധാവി യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. സിൻവാർ സഹോദരന്മാർക്ക് പുറമെ സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനെയും രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ഇസ്രയേൽ വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ കൊലപ്പെടുത്തി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് വലിയ തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നെതന്യാഹു പറയുന്ന വിശദീകരണം? അതായത് ഈ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഈ മാസം തന്നെ 14-ാം തീയതി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. ആ പരിക്കേറ്റ ശേഷം അതായത് ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നായ ഭൂഗർഭ കേന്ദ്രത്തിൽ ഒളിവിലായിരുന്നു അദ്ദേഹം. ആ ഒളിവ് കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാറിന് പരിക്കേൽക്കുന്നത്. ആ പരിക്കേറ്റതിന് ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെട്ട വാർത്ത ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിക്കുന്നത്. അതായത് ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും തലപ്പത്തുള്ള നേതാവാണ് അദ്ദേഹം. നമുക്കറിയാവുന്നതാണ് യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തിയ ശേഷം അതിനുശേഷം അദ്ദേഹം ഏറ്റെടുത്തിരുന്ന എല്ലാ ചുമതലകളും ഹമാസിൻ്റെതായിട്ടുള്ള എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്ന ഒരുപക്ഷെ ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും ഉന്നത സൈനിക കമാൻഡർ കൂടിയായിരുന്നു മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്നത്. ആ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ സ്ഥിരീകരിക്കുന്നത്. ഒരുപക്ഷെ ഹമാസിന് ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്ന് എന്ന് വേണം കാണാൻ. അതായത് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ട ശേഷം ഹമാസിനെ നിയന്ത്രിച്ചിരുന്നത്, ഹമാസിൻ്റെ സൈനിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് മുഹമ്മദ് സിൻവാർ ആയിരുന്നു. സഹോദരൻ എന്നതിലുപരി ഹമാസിൻ്റെ ഒരു സൈനിക മേധാവി, സൈനിക കമാൻഡർ എന്ന തരത്തിൽ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹമാസിനെ ചേർത്ത് നിർത്തിയ, ഹമാസിനെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സൈനിക കമാൻഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഹമാസിനെ സംബന്ധിച്ച്, അതോടൊപ്പം ഹമാസിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ സംബന്ധിച്ച്, ഹമാസിൻ്റെ സൈനിക തന്ത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഹമാസുമായി ബന്ധപ്പെട്ട് ഈ യഹ്യ സിൻവാറും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് സെയ്ദും ഇസ്മയിൽ ഹനിയയും, ഈ നേതാക്കന്മാരെ വളരെ മുൻപാണ് കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ നേതാവാണ് ഇസ്മയിൽ ഹനിയ, സൈനിക കമാൻഡറാണ് മുഹമ്മദ് ദെയ്ഫ്. ഇവരെ രണ്ടുപേരെയും നേരത്തെ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത കൂടി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. ഇതെല്ലാം ഹമാസിനെ സംബന്ധിച്ച് വലിയ സൈനിക നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ നിന്നും ഹമാസ് ഏറെക്കുറെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരുപക്ഷെ പോയേക്കാം. കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ബുദ്ധി കേന്ദ്രങ്ങൾ, സൈനിക കമാൻഡർമാരൊക്കെ നഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടം ഉണ്ടാകുന്നു. മറുവശത്ത് ഇസ്രായേൽ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 14,000 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു. ഭക്ഷണമില്ലാതെ കുട്ടികൾ. ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം പറയുന്നത്. 2024 ഒക്ടോബറിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് മേധാവി യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ.